ഹലോ, അസ്സാം വലൈക്കും. നമ്മളിന്ന് ദോശ ചുടാൻ പോവുകയാണ്. നമുക്ക് ഫസ്റ്റ് ദോശ ചുട്ടെടുക്കാം. അരി ഒഴിച്ച് പൊത്തി വെച്ച് ദോശ നമുക്ക് നന്നായിട്ട് മറിച്ചിടാം. അതിനുശേഷം നെയ്യ് ചൂടാക്കിയതിലേക്ക് ഉലുവ ഇട്ടു, ഉള്ളി, മാങ്ങ, വെളുത്തുള്ളി, കരിവേപ്പില, പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഉപ്പിടാം. ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയാൽ നന്നായിട്ട് വഴറ്റി കിട്ടും. അതിനുശേഷം നമുക്ക് രണ്ട് തക്കാളി മതിയാവും. 2 തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി, കുരുമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് തിളയ്ക്കാൻ വയ്ക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് മത്തിയാണ് എടുത്തിരിക്കുന്നത്. മത്തി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ആ കറിയിലേക്ക് ഇടാം. മത്തി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി. മത്തിക്ക് അധികം വേവില്ലാത്തതുകൊണ്ട് നന്നായിട്ടൊന്ന് തിളച്ചാൽ മതിയാവും. അപ്പോൾ നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. മത്തിക്കറി നമുക്ക് ദോശയും മത്തിക്കറിയും നല്ല ടേസ്റ്റാണ്.